Hello guys, welcome back to my YouTube channel. ഇന്ന് നമ്മളൊന്ന് ബെർലിൻ വരെ പോവാട്ടോ. അതായത് ഇവിടെ ശ്രീയുടെ ചേച്ചി ബെർലിനിലാണ്. ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നത്. ചേച്ചിക്ക് ബെർലിൻ യൂണിവേഴ്സിറ്റിയിലും എനിക്ക് ഇവിടെ പാഡർബോൺ യൂണിവേഴ്സിറ്റിയിലുമാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ശ്രീയുടെ അളിയൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വന്നിട്ടുണ്ട്. മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് ജസ്റ്റ് ചേച്ചിനെയും അളിയനെയും കൂടി കാണാൻ പോവാം. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കിവിടെ പാഡർബോണിൽ നിന്ന് ബെർലിനിലേക്ക് നമ്മൾ കാറിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 2.5 hours ദൂരമുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഡി ബി ട്രെയിൻ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ ട്രാവൽ വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ വന്നിട്ടും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ അളിയൻ വന്നതുകൊണ്ട് അളിയൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളതുകൊണ്ട് അതും കൂടെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇന്നൊന്ന് അവരുടെ അടുത്ത് പോവുകയാണ്. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ആട്ടോ തിരിച്ചു വരുന്നത്. അപ്പോൾ അധികം നേരം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. നമുക്ക് രാവിലെ 7:30 ഞങ്ങൾക്ക് ഇവിടെ പാഡർബോൺ നോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ട്രെയിനുണ്ട്. അതെടുത്ത് നമുക്ക് ബീലെഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ബെർലിനിലേക്ക്. ഫ്ലിക്സ് ട്രെയിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഫ്ലിക്സ് ട്രെയിൻ, എന്താണ് DB ട്രെയിൻ, ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്ലിക്സ് ട്രെയിനിലാണ് നമ്മൾ ബീലെഫീൽഡിൽ നിന്ന് ബെർലിനിലേക്ക് പോകുന്നത്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം റെഡിയായിട്ട് ഇറങ്ങാം. അപ്പോൾ കമ്മോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടന്നാട്ടോ പോകുന്നത്. പാഡർബോൺ നോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്നു പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്പീഡിൽ നടക്കാം. 15 minutes കൂടെ ഉള്ളൂ നമുക്ക് ട്രെയിൻ വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഭയങ്കര ധൃതി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരാനായിട്ട് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 minute നടത്തുണ്ടാവും റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ധൃതി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്നതാണ് കേട്ടോ പാഡർബോൺ നോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ബീലെഫീൽഡിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫ്ലിക്സ് ട്രെയിൻ എടുക്കുന്നത്. പാഡർബോൺ നോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ആകെപ്പാടെ 4 പ്ലാറ്റ്ഫോംസേ ഉള്ളൂ. നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പാഡർബോൺ HBF ആണ് നിങ്ങളെ കാണിക്കാറ്. പക്ഷെ ബീലെഫീൽഡിലേക്ക് പോകാനായിട്ട് നമുക്ക് നോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ എടുക്കുന്നതാട്ടോ എളുപ്പം. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്താണ്. അതായത് ഒരു 15 minute നടത്തേ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബീലെഫീൽഡിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 40 minutesനുള്ളിൽ നമുക്ക് ബീലെഫീൽഡ് പെട്ടെന്ന് എത്താൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നത്. അപ്പോൾ അതേ ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ ബീലെഫീൽഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി ബീലെഫീൽഡിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളിത് ബീലെഫീൽഡ് HBF എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി ഫ്ലിക്സ് ട്രെയിൻ ഉള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രീ ഇവിടെ ഫ്ലിക്സ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആപ്പിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മളിത് പ്ലാറ്റ്ഫോം നമ്പർ 3 ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഫ്ലിക്സ് ട്രെയിനും DB ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്ലിക്സ് ട്രെയിൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെയിനാണ്. DB ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ 58 euro ടിക്കറ്റ്സിൻ്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജർമ്മനിയിലുള്ള സ്റ്റുഡൻസും സ്ഥിരമായിട്ട് താമസിക്കുന്ന എല്ലാവരും തന്നെ എടുക്കുന്ന ഒരു ടിക്കറ്റാണ് 58 euro ടിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു 1 month ഫുള്ള് ജർമ്മനിയിൽ നമുക്ക് എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യാൻ പറ്റും. ജർമ്മനിയിൽ മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായ ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ പല പല രാജ്യങ്ങളിലെയും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഈ 58 euro ടിക്കറ്റാണ് നമ്മൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ DB ട്രെയിൻസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടിക്കറ്റിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ബെർലിനിലേക്ക് പോകുന്നത് ഫ്ലിക്സ് ട്രെയിനിലാണ്. ഫ്ലിക്സ് ട്രെയിനിൽ നമുക്ക് ബെർലിനിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 3 hours and 3.5 hours ആണ് നമുക്ക് മൊത്തം ടൈം എടുക്കുന്നത്. പക്ഷെ ഞാൻ ഇത് തന്നെ 58 euro ടിക്കറ്റ് യൂസ് ചെയ്ത് DB ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഈ 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒറ്റ ട്രെയിനിൽ പോകുന്ന ജേർണി നമുക്കൊരു 4-5 ട്രെയിനിലായിട്ട് പോകേണ്ടി വരും ബെർലിനിലേക്ക്. ഒരു 1 hour കൂടുമ്പോൾ നമുക്ക് ഓരോ DB ട്രെയിനും മാറി കയറി ഏകദേശം 7 hours അടുപ്പിച്ചെടുത്തിട്ടേ നമുക്ക് ബെർലിൻ എത്താൻ പറ്റുള്ളൂ.
ഫ്ലിക്സ് ട്രെയിനിലാണെങ്കിൽ നമുക്ക് അത് തന്നെ 3.5 മണിക്കൂർ കൊണ്ട് എത്താനും സാധിക്കും. പക്ഷേ നമ്മൾ ഫ്ലിക്സ് ട്രെയിനിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ എടുക്കണം. അതായത് ഒരാൾക്ക് ഏകദേശം ഒരു 30 യൂറോസ് അടുപ്പിച്ച് നമുക്ക് വൺ സൈഡിലേക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്ലിക്സ് ട്രെയിനും DB ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഫ്ലിക്സ് ട്രെയിൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാട്ടോ. അത് ഈ കാണുന്ന പച്ച കളറിലുള്ള ട്രെയിനാണ് നമ്മുടെ ഫ്ലിക്സ് ട്രെയിൻ. ഇപ്പം കാണുന്ന ഈ ഒരു രീതിക്കാണ് ഈ ഫ്ലിക്സ് ട്രെയിനിൻ്റെ അകത്തെ സീറ്റിംഗ് മൊത്തം വരുന്നത്. രണ്ട് സീറ്റായിട്ട് അപ്പുറം ഇപ്പുറമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ അങ്ങനെ ബെർലിനിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുവാണ് കേട്ടോ. ഈ ട്രെയിനിന് ആകെ ഹാനോവറിൽ മാത്രം ഒരു സ്റ്റോപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബെർലിനിൽ ചെന്നിട്ടാണ് ഇത് നിർത്തുക. ഏകദേശം രാവിലെ 11:30 ആകുമ്പോഴേക്കും നമ്മൾ ബെർലിൻ എത്തും എന്നാണ് കേട്ടോ നമ്മുടെ ആപ്പിൽ കാണിക്കുന്നത്. 11:30 നമ്മൾ ബെർലിൻ എത്തിയാലും ശ്രീയുടെ ചേച്ചി താമസിക്കുന്നത് പോസ്ഡാം എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ ബെർലിനിൽ നിന്ന് വീണ്ടും ഒരു 1 hour ഒക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് 1 മണി 1:30 മണി ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്നായിട്ട് വിശക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറേ ഫ്രൂട്ട്സ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബെർലിൻ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം കേട്ടോ. നമ്മുടെ ട്രെയിൻ ബെർലിൻ സെൻട്രൽ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെർലിനും പാഡർബോണും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. പാഡർബോണിൽ ഇത്രയും പൊക്കമുള്ള ഒരൊറ്റ ബിൽഡിംഗ് പോലും നമുക്ക് ശരിക്കും കാണാൻ സാധിക്കില്ല. കാരണം പാഡർബോൺ കംപ്ലീറ്റ്ലി ഒരു ഗ്രാമപ്രദേശമാണ്. ബെർലിൻ ജർമ്മനിയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ഭയങ്കര വലിയ കമ്പനീസും അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ക ഒരു സിറ്റി ഫീലാണ് നമുക്ക്. ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ ഇത്രയും വലിയൊരു സിറ്റിയിലേക്ക് വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ അങ്ങനെ നിർത്തി നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ തന്നെ എത്ര വലുതാണെന്നറിയോ? ഇത് കണ്ടു തീർക്കാൻ തന്നെ കുറേ സമയം എടുക്കും നമുക്ക്. അത്രയും വലിയതായിട്ടാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഈ ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഈ പല ജർമ്മനിയുടെ അകത്തുള്ള തന്നെ സ്റ്റേറ്റ്സിൽ നിന്നും സിറ്റീസിൽ നിന്നും ഒക്കെ വരുന്ന ട്രെയിനുകളും അതുപോലെ തന്നെ ബെർലിൻ്റെ അകത്ത് തന്നെ കിടക്കുന്ന കുഞ്ഞു സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങോട്ടേക്കുള്ള ട്രെയിനുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനും ഉണ്ട്. അതിന് ഇവരിവിടെ പറയുന്ന സംഭവമാണ് U-ബാനും S-ബാനും. വേറെ സിറ്റീസിൽ പോയാൽ നമ്മളിപ്പോൾ ട്രാം എടുക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ ട്രാമും ഉണ്ട്. അത് കൂടാതെ U-ബാനും S-ബാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഈ കാണുന്ന ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ. ശ്രീയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്കിനി ഇവിടെ നിന്നൊരു S-ബാൻ എടുക്കണം. അത് കഴിഞ്ഞ് സ്പ്രിംഗ്ഫുൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാം എടുത്തിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. നമ്മളങ്ങനെ S-ബാൻ എടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ നിങ്ങൾ ഗ്രീൻ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ ഒരു ട്രെയിനിൻ്റെ പടം കൊടുത്തിട്ടുള്ള ഒരു സംഭവം കണ്ടോ? അതെന്താ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ട്രെയിനിൻ്റെ അകത്ത് ഏതൊക്കെ കോച്ചിൻ്റെ അകത്താണ് സ്പേസ് ഉള്ളതെന്നാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ആ ഗ്രീൻ കളറിലുള്ളതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മുടെ ബാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൽ കയറി നമ്മൾ സ്പ്രിംഗ്ഫുൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങും. അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മളൊരു ട്രാമും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ ചേച്ചിയുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഈ ബെർലിൻ സിറ്റിയുടെ മേജർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അട്രാക്ഷൻസും തന്നെ നമുക്ക് ഈ ബാനിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ചേച്ചിയുടെ അടുത്ത് പോയി ലഗേജസ് എല്ലാം വെച്ചിട്ട് ഇതെല്ലാം കാണാൻ വേണ്ടി നമുക്ക് ഒരു വട്ടം കൂടി ഇറങ്ങാം. അപ്പം ഞാൻ നിങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ചേച്ചിയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറയാം, എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അതെ, ചേച്ചിക്കാണെങ്കിലും അതെ, ചേച്ചിയുടെ ഹസ്ബൻഡിനാണെങ്കിലും അതെ, ക്യാമറയിൽ വരാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ശ്രീ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് വീഡിയോസിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വരുന്നത്. പക്ഷേ ചേച്ചിക്കും ഹസ്ബൻഡും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല ഇതിൽ വരാനായിട്ട്. അപ്പോൾ എന്തായാലും അവരുടെ വീടെത്തി. അപ്പം ഞങ്ങൾ അവരെ പോയി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ്, പുറകിൽ വരുന്നതാണ് ചേച്ചി. അപ്പോൾ ഇപ്പം ഞാനും ശ്രീയും ചേച്ചിയും കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. സന്ദീപേട്ടൻ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കുവാണ് കേട്ടോ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടി കേട്ടോ.
നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇടയ്ക്ക് ശ്രീ എനിക്ക് കുക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു മീല് തരുന്നതല്ലാതെ വേറെ ആരെങ്കിലും എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഇന്നാണ് കേട്ടോ. ചേച്ചിയുടെ അടുത്ത് വന്നപ്പോഴാണ് ചേച്ചി നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന, അതായത് ശ്രീയുടെ അമ്മ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള കറികളൊക്കെ വെച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനത്തെ കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴും കുക്ക് ചെയ്യുന്നു, അത് തന്നെ കഴിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി റെഡിയായി വരുന്ന ടൈം കൊണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ടൊരു വിൻഡ് മില്ല് പോലത്തെ ഒരു സംഭവം ഞാനും ശ്രീയും കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ചേച്ചി അപ്പോഴേക്കും റെഡിയായി വരാമെന്നായിരുന്നു പറഞ്ഞത്. ആ വിൻഡ് മില്ലിൻ്റെ അടുത്തെത്തി കുറച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫാം ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നത് 2 അൽപ്പാക്കസ്, ഒരു വൈറ്റ് കളറിലെ അൽപ്പാക്കസിനെയും കണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ അൽപ്പാക്കസിനെയും കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മയില്, അതുപോലെ തന്നെ ഗൂസ് എന്ന് പറയുന്ന ബേർഡ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരവിടെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കറങ്ങി തിരിഞ്ഞതിന് ശേഷം ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ട്രാം എടുത്ത് ബെർലിനിലേക്ക് തന്നെ പോവാട്ടോ. നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഈ ട്രാമിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇരുന്ന് 30 സ്റ്റോപ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ എത്തും എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആദ്യം പോയത് ബ്രാൻഡംബർഗ് ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1791 കൺസ്ട്രക്ട് ചെയ്തതായിരുന്നു കേട്ടോ ഈ ബ്രാൻഡംബർഗ് ഗേറ്റ്. ഇത് ആസ് എ സിമ്പിൾ ഓഫ് പീസ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. പണ്ട് കാലത്ത് ഈസ്റ്റ് ജർമ്മനീനെയും വെസ്റ്റ് ജർമ്മനീനെയും തരംതിരിക്കാൻ വേണ്ടിയിട്ട് ബെർലിൻ വാളിൻ്റെ പാർട്ടായിട്ട് പണിതതാണ് ഇത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ജർമ്മനീനെ പറ്റി പറയുന്നില്ല. ബെർലിനിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ബെർലിൻ. ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ചേച്ചിനെയും ചേട്ടനെയും കാണുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബെർലിനിലെ കുറേ മേജറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ കാണാൻ വന്നിട്ടില്ല ഇവിടെ. ഇന്നൊരു വൈകുന്നേരം മാത്രമാണ് നമുക്ക് ബെർലിനിലുള്ളത്. നാളെ രാവിലത്തെ ട്രെയിനിന് നമ്മൾ വീണ്ടും തിരിച്ച് പാഡർബോണിലേക്ക് തന്നെ പോവാട്ടോ. ഞങ്ങൾ എന്തായാലും ബെർലിനിലേക്ക് ഇനി വീണ്ടും വരും, ചേച്ചിയും ചേട്ടനും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ കാണാമെന്നുള്ളത്. ഇന്ന് ജസ്റ്റ് ഒരു വൈകുന്നേരത്തേക്ക് വേണ്ടി നമുക്ക് എല്ലാം കൂടി കണ്ടു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു സുവനീർ ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കയറിയത് ഈ കാണുന്നൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബെർലിനർ ഡോമാണ് കേട്ടോ. ബെർലിനിലെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് റീച്ച് ആവാൻ വരുന്ന ഡിസ്റ്റൻസിലാണ് കേട്ടോ. യു ബാനിലും എസ് ബാനിലും ഒക്കെ കയറി ഒരു സ്റ്റോപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം എത്തും. ഈ കാണുന്നത് നമ്മൾ യു ബാൻ കയറാൻ വന്നിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടുത്തെ വാളുകളിലെല്ലാം തന്നെ ജർമ്മൻ വാളിൻ്റെയും അതുപോലെ തന്നെ പല ജർമ്മനിയിലെ അട്രാക്ഷൻസിൻ്റെയും കഥകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇവർ ഫോട്ടോ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചരിത്രമടക്കം എഴുതി അവരവിടെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ബാൻ എടുത്തത് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ബെർലിനർ ഡോമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഈ ബെർലിനർ ഡോമിൻ്റെ പരിസര പ്രദേശം കാണാൻ നല്ല രസമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബെർലിനർ ഡോം. 1894 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1905 കൺസ്ട്രക്ഷൻ തീർന്ന ഒരു ഡോമാണിത്. ഈ ബെർലിനർ ഡോമിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്നത് സ്പ്രീ എന്ന് പറയുന്ന ജർമ്മനിയിലുള്ള ഒരു റിവറാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കാനും ഒക്കെ വരുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ. ബെർലിനർ ഡോമിൻ്റെ അകത്ത് കയറാനായിട്ട് നമുക്ക് 10 യൂറോ ആണ് കേട്ടോ ഒരു അഡൾട്ടിന് വരുന്നത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് 7.50 യൂറോ ആണ് വരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഇനിയും 2-3 സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഡോമിൻ്റെ അകത്ത് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെർലിനർ ഡോമിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ബെർലിനിലെ TV ടവർ. ഇതിവിടുത്തെ വൺ ഓഫ് ദ ടോളസ്റ്റ് ടവർ ആണ് കേട്ടോ. 368 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. നിങ്ങൾ ഈ ആളെ കണ്ടില്ലേ? ഏതൊരു രാജ്യത്തെയും പോലെ ഇവിടെ ജർമ്മനിയിലും കുറേ വീടുകളില്ലാത്തതും ഭക്ഷണമില്ലാത്തതുമായിട്ടുള്ള മനുഷ്യരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോമിൻ്റെ അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി അലക്സാണ്ടർ പ്ലാറ്റ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു. അലക്സാണ്ടർ പ്ലാറ്റ്സ് ഇവിടുത്തെ ഒരു മേജർ ഷോപ്പിംഗ് സെൻ്റർ ആണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്പ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളും അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ലക്ഷ്യം ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ബെർലിനും പാഡർബോണും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തൊരു മേജർ ഡിഫറൻസ് എന്താണെന്നറിയോ? വൃത്തിയുടെ കാര്യമാണ് കേട്ടോ അത്. കാരണം ബെർലിനിൽ ഞാനിവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നീറ്റ്നെസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത്. മേ ബി ഇവിടെ പാഡർബോണിനേക്കാളും ആൾക്കാർ കൂടുതൽ താമസിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ഒരു നീറ്റ്നെസ്സിൻ്റെ പ്രശ്നമുള്ളത്. പക്ഷെ പാഡർബോൺ ഇസ് കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ചെറിയ സിഗരറ്റ് കുറ്റി പോലും നമുക്ക് പാഡർബോണിലെ റോഡുകളിൽ കാണാൻ പറ്റില്ല. അത്രത്തോളം നീറ്റാണ് പാഡർബോൺ. പക്ഷേ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല പാഡർബോൺ. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ വേൾഡ് ക്ലോക്ക് കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവം ആട്ടോ. അതായത് ഏകദേശം 24 ടൈം സോൺസ് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ കൂടെ കുറേ നേരം നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞാനും ശ്രീയും ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ രാത്രി സ്റ്റേ. നാളെ രാവിലെ എണീറ്റ് നമ്മൾ തിരിച്ച് പാഡർബോണിലേക്ക് പോകും കേട്ടോ. രാത്രി തിരിച്ച് വീടെത്തിയപ്പോഴേക്കും ഭയങ്കര ടയേർഡായത് കാരണം പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അങ്ങനെ നേരം വെളുത്തു. ഞങ്ങൾ തിരിച്ചതേ പാഡർബോണിലേക്ക് പോവാട്ടോ. ബെർലിനിൽ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. രാവിലെ 8:30ക്കാണ് കേട്ടോ നമുക്ക് ഫ്ലിക്സ് ട്രെയിൻ ഉള്ളത്. അത് ബെർലിൻ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ട്രാമിൽ കയറിയിട്ട് ബെർലിൻ സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങാം. നമ്മളിതേ ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ എത്തി. നമുക്കിനി പ്ലാറ്റ്ഫോമിലേക്ക് പോവാട്ടോ. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി 3 hours നമ്മൾ പാഡർബോൺ എത്തിയിട്ടോ. എനിക്കറിയാം ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഭയങ്കര വലുതാണെന്ന്. നല്ല ടയേർഡായതുകൊണ്ട് ഞങ്ങളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ബെർലിൻ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.